ഹായ് ഡിയേഴ്സ്, ഇന്ന് നല്ലൊരു അടിപൊളി ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബട്ടർ ചിക്കനും ബട്ടൂരയും എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പം ഇന്ന് എന്തായാലും ബട്ടർ ചിക്കൻ്റെ റെസിപ്പി നോക്കാം. ഉടനെ തന്നെ ബട്ടൂരയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടു വെക്കുക. ഞാനിവിടെ ഒരു 600 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കിലോയേക്കാളും ഒരു അല്പം കൂടി കൂടുതലുണ്ടാവും. അപ്പോൾ അതൊരു മീഡിയം പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോണോട് കൂടിയ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കേണ്ടത്. നോർമൽ മുളക് പൊടിയും യൂസ് ചെയ്യാം, പക്ഷേ കാശ്മീരി ചില്ലി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് കളർ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. ഇനി 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ്, ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുളകും ഉപ്പും എല്ലാം ഒരേപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ പീസസ് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും ഒന്ന് 10 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഒരുപാടൊന്ന് ഡ്രൈ ആയി ഭയങ്കരമായിട്ടൊന്ന് മുരിഞ്ഞു പോവേണ്ട ആവശ്യമില്ല. ഒന്ന് കുക്കായി വന്നാൽ മതി. 2 വശവും കൂടി ഏകദേശം ഒരു 10-12 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി കൊടുക്കാം. ഇനി ആവശ്യമെങ്കിൽ കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ചിക്കൻ പീസസും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ആവശ്യമെങ്കിൽ കൂടുതൽ ബട്ടർ ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ഫ്രൈ ആയി വരാനൊന്നും വേണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അതിലേക്ക് 1 പച്ചമുളക് അരിഞ്ഞതും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 15-ൽ കുറയാതെ കാഷ്നട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കാഷ്നട്ടൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മൾ ബട്ടർ ചിക്കന് നല്ലൊരു റിച്ച്നെസ്സും ആ ഒരു ക്രീമി ടെക്സ്ചറൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൂടി ഞാനൊരു 18 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 15-ൽ കുറയാതെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയും 1 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത നല്ല നിറമുള്ള തക്കാളി നോക്കി ഒരു 4 വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. 5 എണ്ണമൊക്കെ എടുത്താലും പ്രശ്നമൊന്നുമില്ല. നല്ല കളറുള്ളത് നോക്കി എടുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഇതൊന്ന് അരച്ചെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഓറഞ്ച് കളറ് കിട്ടുന്നത്. നല്ല പഴുത്ത തക്കാളി നോക്കി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 3 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് തക്കാളി ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ചൂടായിട്ടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഈ ഒരു മിക്സ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതൊന്ന് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. ഇനി ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനിപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പ് നമ്മുടെ ആ ഒരു പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉള്ളത്. ഇതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഞാൻ ഓൾറെഡി ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സായി കഴിഞ്ഞാൽ
ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക, അതാണ് അതിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് കൈവച്ച് നന്നായിട്ട് തിരുമ്മി പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിള വരുമ്പോൾ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.